കോൺഗ്രസ് പ്രവർത്തക സമിതി ഇന്ന് ദില്ലിയിൽ യോഗം ചേരും. തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ പാർട്ടി ശക്തിപ്പെടുത്തുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. രാഹുൽ ഗാന്ധി പാർട്ടി നേതൃത്വം ഏറ്റെടുക്കണമെന്ന ആവശ്യം പ്രവർത്തക സമിതി യോഗത്തിൽ ഉയർന്നു വന്നേക്കും. അതേസമയം രാഹുൽ ഗാന്ധി വർക്കിംഗ് പ്രസിഡന്റ് ആയേക്കുമെന്നും സൂചനയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. ലോക്സഭയിൽ 44 സീറ്റിൽ ഒതുങ്ങിയെങ്കിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഭരണം നഷ്ടപ്പെട്ടു. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. പാർട്ടിയെ അടിമുടി ഊർജ്ജസ്വലമാക്കുകയാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. മോദി സർക്കാരിനെതിരെ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുന്ന കാര്യം പ്രവർത്തക സമിതി യോഗം തീരുമാനിക്കും. പ്രത്യേകിച്ച് ഭൂമി ഏറ്റെടുക്കൽ ഭേദഗതി ഓർഡിനൻസ്, പുനഃമതപരിവർത്തനം, കേന്ദ്ര സർക്കാർ നയങ്ങൾ എന്നിവ യോഗം ചർച്ച ചെയ്യും. ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസിനെതിരെ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് പാർലമെന്റിലെ ഇടപെടൽ ശക്തമാക്കുന്നതിനുള്ള തന്ത്രങ്ങളും ആവിഷ്കരിക്കും. അതിനിടെ പാർട്ടി നേതൃത്വം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണമെന്ന ആവശ്യം ദിഗ്വിജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ലെന്നാണ് സോണിയാഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എത്തിയിരിക്കുന്ന ധാരണ. രാഹുലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്യും. പുതിയ നീക്കം ഗുണം ചെയ്യുമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. റിപ്പോർട്ടർ, ദില്ലി.